ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമില്ലേ? അപ്പോൾ നമ്മൾ വള്ളുവനാട് സീസൺ 2 ചെനക്കത്തൂരിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ വ്ളോഗ്, ഇതിൻ്റെ മുന്നേ നമ്മൾ വ്ളോഗ് ഇട്ടിരുന്നു, പക്ഷെ അത് നല്ല വ്യക്തമായിട്ട് ഇട്ടില്ല. ഇപ്പോൾ സ്റ്റാളുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. ആമസോൺ കാർഡിൻ്റെ ഇവിടുത്തെ കാഴ്ച കാണാം കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞു. ഞാൻ മിഞ്ഞാന്റെ വീഡിയോ എടുത്തപ്പോൾ എല്ലാരും പറഞ്ഞു പ്ലാസ്റ്റിക് പാമ്പാണ്. പ്ലാസ്റ്റിക് അല്ല ഗൈസ്, ഇത് ഒറിജിനൽ എന്താ കണ്ടോ? കുറേ പേര് പറഞ്ഞു പ്ലാസ്റ്റിക് പാമ്പ് ഇട്ടാന്ന് പറഞ്ഞു. ഒറിജിനൽ ആണ് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മളെ പാമ്പിന്റെ അച്ഛൻ ഗൈസ്, രാജു രാജു തലയിലേക്ക് കേറിപ്പോണ് ഗൈസ്. മോന്ത കാണിക്കില്ല കേട്ടോ, മോന്ത വേറെ തരാവും. ഇങ്ങനെ പേരാണ് പലതരം പക്ഷികൾ, എന്തൊരു രസമെന്ന് പറയാം. താറാവ്, പിന്നെ ഇഗ്നോ, പിന്നെ പാമ്പ്, പിന്നെ എന്താ പറയുക, പേര് മറന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഗൈസ്. AC ഒക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ. കാണേണ്ട കാഴ്ചകളാണ് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം. ഒറ്റപ്പാലം വള്ളുവനാട് ഫസ്റ്റ് കേട്ടോ, സീസൺ 2. ഇവിടെ ഒരുപാട് ഫർണിച്ചർ വന്നിട്ടുണ്ട്. വളരെ വില കുറവാണ്. ഇപ്പൊ വന്നെടുക്കാൻ നിങ്ങൾക്ക് കുറവിട്ടുണ്ട്. കാരണം ഓണം പ്രമാണിച്ച് ഇവിടെ ഒരുപാട് ഓഫർ ഇട്ടിട്ടുണ്ട്. ഗൈസ് ഇത് നമ്മുടെ മസാജർ മെഷീനാണ്. ഇടുപ്പ് വേദന ഉണ്ടെങ്കിലും മേലും കൈവേദന ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ മസാജ് ഗൈസ്. ഇവിടെ ഒരുപാട് കുത്താമ്പുള്ളി കൈത്തറി മുണ്ടുകളും സാരികളും ഒരുപാട് ഉണ്ട്. ഓണായിട്ട് ഓഫറാണ്. അപ്പൊ എല്ലാരും വന്നെടുക്കുക കേട്ടോ. നമ്മുടെ വള്ളുവനാട് ഫസ്റ്റ് ഈ ഒരു സ്റ്റോൾ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റോൾ എന്തൊരു ടേസ്റ്റ് അനുഭവം കഴിച്ചു നോക്കാൻ പറ്റാത്ത, ചുമ്മാ തള്ളി മറിക്കല്. അടാറ് ടേസ്റ്റ് ആണ് ഈ ചേട്ടൻ്റെ ഇതിൻ്റെ ഉടമസ്ഥൻ. ഗൈസ്, ഞാനിവിടെ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെട്ടു. ഇതാ ഈ കുട്ടികളാണ് കേട്ടോ. ഈ പീക്കിരി കുട്ടികൾ കണ്ടോ ഇങ്ങനൊക്കെ എല്ലാരും. ഇതാ ചെറുക്കൻ നാളെ അവൻ വീഡിയോയിൽ നിൽക്കാൻ വരാൻ പറഞ്ഞു. ഗൈസ്, നമ്മുടെ പഴയ കാലത്തെ പുളിമിഠായി, ഇഞ്ചി മിഠായി, ജീരക മിഠായി, കോലി മിഠായി, പിന്നെ എന്തൊക്കെ തരം മിഠായികളാന്ന് പറയാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുള്ള മിഠായികളാണ്. നോക്കി നോക്ക്. ഗൈസ്, ഇവിടെ കിഡ്സിനുള്ള ടോയ്സ് ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾ ഓണത്തിന് ഞാൻ അവിടെ ഇവിടെയും പോയി വെറുതെ ചുമ്മാ പൈസ കളയണ്ട. വള്ളുവനാട് ഫസ്റ്റിന് വന്നു കഴിഞ്ഞാൽ വള്ളുവനാട് ഫസ്റ്റ് കാണും ചെയ്യാം. ഇവിടുന്ന് പിള്ളേർക്കുള്ള ഒരുപാട് ഐറ്റംസ് എടുക്കും ചെയ്യാം കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വളരെ വിലക്കുറവാണ് കേട്ടോ. പിള്ളേരെയും കൊണ്ട് വരുമ്പോൾ നല്ല ക്യാഷൊക്കെ കയ്യിൽ വെച്ചിട്ട് വരും. എന്നിട്ട് പിള്ളേർക്ക് ഇതൊക്കെ മേടിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ചെറിയ പിള്ളേരൊന്നുമില്ല. അപ്പോൾ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. വില കുറവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ലോകമാണ്, ഒരു ലോകം. നമ്മൾ വല്ല ഡൽഹിയിലോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ലോകമില്ല, അതേപോലെയാണ് കേട്ടോ ഗൈസ്. അപ്പം എല്ലാവരും വന്നിട്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കുക. ഓക്കെ, ഇതിൻ്റെ പ്രായത്തിലുള്ള പിള്ളേർക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഒരു എന്താ പറയുക, അത്രയും സാധനങ്ങൾ, കമ്മലുകൾ കേട്ടോ. വെറൈറ്റി കമ്മലുകളുള്ളത്. തൊഴുകിട്ട് മനുഷ്യന് ശരിയായോ? ഒരുപാട് ആയുർവേദ മരുന്നുകൾ ഉണ്ട് കേട്ടോ.
മുട്ടുവേദനക്ക് ഉണ്ട്, പിന്നെ പ്രമേഹരോഗങ്ങൾക്ക് ഉണ്ട്, അമിത വണ്ണം കുറയ്ക്കാണ്ട് ദേഹച്ചൂണ്ട്, ഒരുപാട് അസുഖങ്ങൾക്ക് ഇവിടെ മരുന്നുകളുണ്ട്. അപ്പോൾ വരുന്നവർ ഇവിടെ നിന്ന് ഒന്ന് മേടിക്കുക കേട്ടോ. മരുന്നുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആയുർവേദമൊക്കെ പച്ചമരുന്ന്. ഒരുപാട് കിഡ്സിനും പിന്നെ എല്ലാവർക്കും വേണ്ട തുണിത്തരങ്ങൾ ഒരുപാട് ഉണ്ട്. തൊപ്പികളുടെ വൻ ശേഖരം വളരെ വിലക്കുറവ്. ഒരുപാട് വാച്ചുകൾ, ഗ്ലാസ്സുകൾ, ഇനി ഇവിടെ ഇല്ലാത്ത ഐറ്റംസുകളൊന്നുമില്ല കൈസ്. ഒരുപാടുണ്ട് സ്പ്രേകളുടെ. എല്ലാം കൊണ്ടും ഒരു ലോകമാണ്, ഒരു ലോകം. പിള്ളേർക്ക് കളിക്കാൻ പറ്റിയതാണ് കേട്ടോ. സുഖമായിട്ട് ഇതാ കളിക്കാനുണ്ടോ. എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാമെന്നറിയാം. ഞങ്ങളന്ന് വന്നപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം സംഭവം സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അതാ അസിൻ തോന്നുന്നു. എന്തൊരു ഭംഗിയാണെന്നറിയോ. ഞങ്ങൾ വീട്ടിൽ ഇറങ്ങുന്ന വരെ മഴയായിരുന്നു. കുറച്ച് പകുതിയിൽ കയറി നിൽക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇവിടെ വന്നപ്പോൾ മഴയില്ല, ഒന്നുമില്ല, സെറ്റായിട്ട് അതിമനോഹരമായത് അതിമനോഹരമുള്ള അത്രയും ഭംഗിയിലൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ അസിന് എന്താണാ വെച്ചിട്ടാണ്, ആരും കണ്ണ് പെടരുത് ഗൈസ്. അത്രയും ഭംഗിയാണ്. വാവ്, മാഷാല്ലാ, അടിപൊളി. വെച്ചു കൊടുക്കാൻ പരി വരും. അസിനായ ഏട്ടൻ വന്നിട്ട് കുറച്ച് കൊടുത്തു. അതാ വരുന്നു. ഇറക്കി വെച്ചെടുക്ക്, കൈ തുറക്ക്. അങ്ങനെ നമ്മുടെ ഒറ്റപ്പാലത്തിൻ്റെ മണ്ണിൽ സിറിയൽ വാട്ടർഫോൾ ഓപ്പണായി ഗായ്സ്. ഒന്നും പറയണ്ട, നമ്മൾ ഇൻസ്റ്റയിൽ പണ്ട പോലെ പറഞ്ഞ് നോക്കിയതാണ് കേട്ടോ. അടിപൊളി. അതിൻ്റെ പിള്ളേർക്ക് കളിക്കണ്ടല്ലോ, വേറെ നമുക്ക് വേണമെങ്കിൽ കളിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ നനഞ്ഞൊന്നുമില്ല, കൊയ്യ നനയാൻ പറഞ്ഞിട്ട് ഞാൻ നനഞ്ഞൊന്നുമില്ല, ജസ്റ്റ് കാലൊക്കെ ഒന്ന് ഇതാക്കി. പിന്നെ ഫിഷിൻ്റെ അത് പൊള്ളിച്ച അടിപൊളിയായിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയോ, നല്ലൊരു വൈബ്. ജസ്റ്റ് ചെറിയൊരു മഴയൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്തൊരു ക്ലിയറും ക്ലാരിറ്റി ആയിരുന്നെന്നറിയോ. ആ ക്ലൈമറ്റിൻ്റെ പ്രത്യേകത തോന്നുന്നു. മുഖമൊക്കെ കുറച്ച് ഭംഗി തോന്നി. മറ്റേ തീരെ കൊള്ളില്ലായിരുന്നു മോന്ത കാണാൻ. പക്ഷെ അപ്പം എടുത്തപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നി, നല്ല ക്ലൈമറ്റും. അപ്പോൾ നിങ്ങൾ 2 മണിക്ക് ശേഷമാണ് കേട്ടോ ഓപ്പൺ. അപ്പോൾ നിങ്ങളൊരു 4:30-5 മണി ആ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് പോവാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാൽ അത്രമാത്രമൊന്നുമില്ല, ഓപ്പൺ ആയിട്ടല്ലേ ഉള്ളൂ. ഇനി സ്ഥലങ്ങൾ ഓപ്പൺ ആവാൻ കിടക്കുന്നുണ്ട്. എന്നാലും അത്യാവശ്യം നമ്മൾ തെറ്റിപ്പോയി. സിറിയൽ വാട്ടർഫോളിൽ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 50 രൂപ കൊടുത്തിട്ട് ഈ റിങ് എന്നങ്ങനെ എറിഞ്ഞ് കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അസിനെ ഏൽപ്പിച്ചു ഗൈസ്. 2-3 ആളിനൊക്കെ പോയിട്ട് അപ്പം നമ്മൾ വിചാരിച്ചു ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് ഒരു കുപ്പി അച്ചാറ് കിട്ടി ഗൈസ്. അസിന് ഇത്രയും കില്ലാടിയാണെന്ന് വിചാരിച്ചില്ല കേട്ടോ. പിള്ളേരെയും കൊണ്ട് വരിക, എൻജോയ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതാ അടിപൊളി. എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് അല്ല, എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്, കുറച്ചല്ല, എല്ലാം ഓപ്പൺ ആയിട്ടാ. അല്ല പിന്നെ എത്ര ദിവസമായി അച്ചാർ ഇന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നത്. എന്താ അറിയില്ല, എനിക്കൊരു അച്ചാർ ബുദ്ധി ഒന്നിരിക്കും പ്രാവശ്യം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ സ്വന്തം ഷംനാലിക്കരി. ഓക്കെ, ബൈ.